ലോകത്തിലെ ഒരു പ്രധാന സമ്പദ്ശക്തിയായ സിംഗപ്പൂർ അഴിമതി ഏറ്റവും കുറഞ്ഞ ലോകത്തിലെ മൂന്നാമത്തെ രാജ്യം. 14-ാം നൂറ്റാണ്ടിൽ ഒരു സുമാത്രൻ രാജാവ് അവിടെ ഒരു സിംഹത്തിനെ കണ്ടതിനെ തുടർന്നാണത്ര ഈ പേര് വന്നത് സിംഗപ്പൂര. കണ്ടത് കടുവയായിരിക്കണം, കാരണം അവിടെ സിംഹമുണ്ടായിരുന്നതായി അറിവില്ല. പിന്നീട് ബ്രിട്ടീഷ് കോളനി ആകുന്നു. 2-ാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് ആധിപത്യം. ശേഷം അവർ തോറ്റതിൽ പിന്നെ തിരിച്ച് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. ബ്രിട്ടീഷുകാർ അവിടെ 19-ാം നൂറ്റാണ്ടിൽ പോർട്ട് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ പ്രക്രിയയിൽ വനനശീകരണം നടത്തി കുരുമുളക് പ്ലാന്റേഷനൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ വാസസ്ഥലം നഷ്ടപ്പെട്ട കടുവകൾ അന്ന് മനുഷ്യനെ ധാരാളമായി ഉപദ്രവിക്കുന്നുണ്ട്. അതിന് ബ്രിട്ടീഷുകാർ കടുവകളെ കണ്ടം തുണ്ടം കൊന്നൊടുക്കി. അങ്ങനെ അവിടെ ഇന്നൊരൊറ്റ കടുവയും കാട്ടിൽ ജീവിക്കുന്നില്ല. ബ്രിട്ടീഷുകാരുടെ 144 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും മലേഷ്യയുടെ ഭാഗമായിരുന്നു സിംഗപ്പൂർ. പിന്നീട് അഭിപ്രായ ഭിന്നതകളും നയവ്യത്യാസങ്ങളും കാരണം 1965-ൽ സ്വതന്ത്ര രാജ്യമായി. പിന്നെ 60 വർഷത്തിനുള്ളിൽ അവിടെ ഉണ്ടായ എല്ലാ വികസനങ്ങൾക്കും അന്നത്തെ പ്രധാനമന്ത്രി ലീ ക്വാൻ യൂവും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതൃത്വത്തിനും ദൂരദർശനത്തിനും നന്ദി പറയണം. വളരെ സ്ട്രാറ്റജിക്കായി ലോങ് ടേം പ്ലാനിംഗ് നടത്തിയാണ് രാജ്യത്തെ അദ്ദേഹം വളർത്തിയെടുത്തത്. പല വംശങ്ങളുടെ സഹകരണം, ഐക്യം ആ പാർട്ടിയുടെ പ്രധാന നയമായിരുന്നു. വിഭവങ്ങൾ വളരെ കുറവായിരുന്ന സിംഗപ്പൂരിൽ ഭൂമാപ്പിൽ സ്ട്രാറ്റജിക് പോർട്ട് ലൊക്കേഷൻ മാത്രമാണ് ഒരു മുതൽക്കൂട്ട്. ഇന്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ലേബർ ഇന്റൻസീവായ സാധനങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യൽ, 20 വർഷത്തിന് ശേഷം ടെക് ഇന്റൻസ് ആയ കച്ചവടം, അങ്ങനെ അതെല്ലാമാണ് അവിടുത്തെ തൊഴിലില്ലായ്മയ്ക്കും മറ്റു പ്രശ്നങ്ങൾക്കും ഉത്തരമായത്. നിർബന്ധമായി ജനങ്ങൾക്ക് ഹൗസിംഗ്, ആരോഗ്യം, പെൻഷനിലേക്കൊക്കെ എല്ലാവരിൽ നിന്നും സേവിങ്സ് എടുത്തിരുന്നു. ഇത് ഗവൺമെന്റിന്റെ മൂലധനമായി മാത്രമല്ല, ജനങ്ങൾക്ക് രാജ്യത്തിന്റെ വികസനത്തിൽ ഒരു തുല്യ പങ്കാളിത്തവും അനുഭവപ്പെട്ടു. ഈ പണമൊക്കെ തന്ത്രപരമായി അഭിവൃദ്ധിക്കായി മാത്രം ഉപയോഗിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞു. അതിനൊക്കെ രാജ്യത്തിനോടും ജനങ്ങളോടും തുല്യമായി ഒരു സ്നേഹം വേണം.